മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി ബിമാ അദ്ഉ. പ്രവാചകരെ, ഞാൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനോട് യോജിച്ച രാത്രികളിൽ ചെലവഴിക്കുകയാണെങ്കിൽ, ഒറ്റയായ രാവുകളിൽ ചെലവഴിക്കുമ്പോൾ ഞാൻ എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ ഫഅഫു അന്നി, എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന്. റമദാനിലെ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹുവിനോട് കാരുണ്യം ചോദിച്ചുകൊണ്ടുള്ളതും പാപമോചനം തേടിക്കൊണ്ടുള്ളതുമാണല്ലോ. കാരുണ്യം ചോദിക്കുമ്പോൾ അള്ളാഹു തന്നെ പറയുകയാണ്, ഭൂമിയിലുള്ളവരോട് കരുണ ചൊരിയൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചൊരിയും. അതുപോലെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക, ആരോടും പകയില്ലാത്ത മനസ്സ് കാത്തു സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, വിട്ടുവീഴ്ച ചെയ്യും എന്നാണല്ലോ അള്ളാഹുവിന്റെ അധ്യാപനം. അതുകൊണ്ട് തന്നെ അവസാന സമയങ്ങളിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അള്ളാഹുവിനോട് തപസ്സിരുന്നു കൊണ്ട് ധാരാളമായി നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ. അപ്പൊ അതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മൾ ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം. നമ്മൾ 1000 വട്ടം ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തുമ്പോൾ 1000 തവണ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളും മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ. ഫഅഫു അന്നി, അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇനിയും ആരോടെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വെറുപ്പോ അകൽച്ചയോ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റി ഒരു പകയുമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അത്തരക്കാരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക.